നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പുരാണ ഇതിഹാസങ്ങളുടെ കുഞ്ഞു ശില്പങ്ങളുമായി തളിപ്പറമ്പിൽ ബൊമ്മക്കൊലു ഉത്സവം. നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി പ്രദർശനം. റെക്കോർഡ് നേട്ടവുമായി പാലക്കാട്ടെ നക്ഷത്ര. ഭരതനാട്യ മുദ്രകളിൽ വിസ്മയം തീർത്ത 4 വയസ്സുകാരി. താളിയോല ഗ്രന്ഥങ്ങൾ അടുത്തറിയാൻ അവസരം. അപൂർവ താളിയോല ഗ്രന്ഥങ്ങളുടെ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് പട്ടാമ്പിയിൽ തുടക്കം. പദ്ധതി ഒരുക്കുന്നത് നമ്പി മുരുകൻ ജ്ഞാനിയാർ ട്രസ്റ്റും വൈഷ്ണവം ട്രസ്റ്റും ചേർന്നു. കാസർഗോഡ് അനന്തംപള്ള പാടശേഖരത്തിലെ കൃഷി പ്രതിസന്ധിയിൽ. കാലാവസ്ഥാ വ്യതിയാനം കാരണമെന്ന് കർഷകർ. നശിക്കുന്നത് 100 ഏക്കറോളം നെൽപ്പാടം. നാട്ടുവർത്തമാനത്തിലേക്ക് വിശദമായി. പുരാണ ഇതിഹാസങ്ങളുടെ കഥ പറയുന്ന കുഞ്ഞു ശില്പങ്ങളുമായി തളിപ്പറമ്പിൽ നടക്കുന്ന ബൊമ്മക്കൊലു ഉത്സവം ശ്രദ്ധേയമാകുന്നു. നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ചിറവക്കിലെ പി നീലകണ്ഠ അയ്യർ സ്മാരക മന്ദിരത്തിൽ പെരിഞ്ചല്ലൂർ സംഗീത സഭാ സ്ഥാപകൻ വിജയ് നീലകണ്ഠനാണ് ബൊമ്മക്കൊലുകളുടെ പ്രദർശനം നടത്തുന്നത്. രാമായണം, മഹാഭാരതം എന്നിവയിലെ പ്രധാന കഥാസന്ദർഭങ്ങൾ, പുരാണം, വേദങ്ങൾ, ഉപനിഷത്തുകൾ, യാഗങ്ങൾ, കൃഷ്ണലീല, ഗുരുകുല വിദ്യാഭ്യാസം, ഉപനയനം തുടങ്ങിയവയെല്ലാം ശില്പരൂപത്തിൽ കാണികൾക്ക് മുന്നിലെത്തുന്നു. തമിഴ് ബ്രാഹ്മണരുടെ നവരാത്രി ആചാരങ്ങളുടെ ഭാഗമാണ് ബൊമ്മക്കൊലുവയ്ക്കൽ. മുൻപ് 180 ബ്രാഹ്മണ കുടുംബങ്ങൾ ഇവിടുണ്ടായിരുന്നു. ഇപ്പോഴത് 6 ചുരുങ്ങി. ഇതിൽ ഒരു കുടുംബത്തിലെ അംഗമാണ് വിജയ് നീലകണ്ഠൻ. ബൊമ്മക്കൊലുവിനും ഇത് ക്രമീകരിക്കുന്ന സ്റ്റാൻഡുകൾക്കുമായി 7.5 ലക്ഷം രൂപയാണ് ചിലവ്. ബ്രാഹ്മണ സമൂഹത്തിന് ബൊമ്മക്കൊലുകൾ പ്രദർശനത്തിനു വേണ്ടി മാത്രമല്ലെന്നും പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നതിന്റെ ഭാഗമാണെന്നും ഇദ്ദേഹം പറയുന്നു. പണ്ടൊക്കെ വീടുകളിൽ, എല്ലാ തമിഴ് ബ്രാഹ്മണർ വീടുകളിലും ചെറിയ രീതിയിൽ പാരമ്പര്യമായിട്ട് ലഭിച്ച ബൊമ്മക്കൊലു വെച്ചിട്ട്, ബൊമ്മ വെച്ചിട്ട് ആചരിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് തളിപ്പറമ്പ് എന്ന് പറയുന്നത് വെറും ഒരു ബിസിനസ് ടൗണായി മാറി. ഞങ്ങളുടെ പാരമ്പര്യവും ഞങ്ങളുടെ സാംസ്കാരിക ഇതൊക്കെ മാറിപ്പോവുകയാണ്. സോ അതിനൊരു കുറച്ചുകൂടി അത് പഴയ വൈബൊന്ന് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ബ്രാഹ്മണ സമൂഹമിടം ഈ വർഷം എന്നാൽ പിന്നെ ബൊമ്മക്കൊലുയുടെ ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തീരുമാനിച്ചത്. ഏറ്റവും കൂടുതൽ കളക്ഷൻസ്, ഇപ്പോൾ അറൗണ്ട് ഒരു 2300 ബൊമ്മകൾ ഇപ്പോൾ ഈ കളക്ഷൻസിലുണ്ട്. ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് തീം ബേസ്ഡ് ആണ്. മറ്റുള്ള ബൊമ്മക്കൊലുവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എല്ലാം തീം ബേസ്ഡ് ആണ്. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ മഹാഭാരതം വരെ ഞങ്ങളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മഹാഭാരതം നോർമലി കലഹം എന്ന് പറഞ്ഞിട്ട് ഒരു വീട്ടിലും വെക്കാറില്ല, പക്ഷേ മഹാഭാരതം കൂടി ഞങ്ങൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ മതസൗഹാർദ്ദത്തിൻ്റെ വലിയൊരു മെസ്സേജ് കൂടി തളിപ്പറമ്പ് ബ്രാഹ്മണ സമൂഹമിടം നൽകുകയാണ്. ഇന്ത്യയുടെ വൈവിധ്യങ്ങളുടെ കഥ പറയുന്ന ബൊമ്മക്കൊലു ഉത്സവത്തിൽ 2300ഓളം ശില്പങ്ങളെ പ്രത്യേക രീതിയിൽ കഥാരൂപത്തിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. തെന്നിന്ത്യയുടെ കാർഷിക സംസ്കാരവും കരകൗശല പാരമ്പര്യവും കേരളീയ കലകളും ഒപ്പം മഹാത്മാഗാന്ധി, BR അംബേദ്കർ, ബുദ്ധൻ, സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയ നവോത്ഥാന നായകരും പ്രദർശനത്തിലുണ്ട്. വിജയ് നീലകണ്ഠന്റെ കുടുംബം പാരമ്പര്യമായി സൂക്ഷിക്കുന്ന 112 വർഷം പഴക്കമുള്ള രക്തചന്ദനത്തിൽ നിർമ്മിച്ച ശിവന്റെയും പാർവതിയുടെയും മരപ്പാച്ചിയും ഇതിൽ ഉൾപ്പെടുന്നു. ന്യൂസ് 18 തളിപ്പറമ്പ്. പുരാതനവും അപൂർവവുമായ താളിയോല ഗ്രന്ഥങ്ങളുടെ സംരക്ഷണവും പഠനവും ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പാലക്കാട് പട്ടാമ്പിയിൽ തുടക്കം. മരുതൂർ പുന്നശ്ശേരി നമ്പിമുരുകൻ ജ്ഞാനിയാർ ട്രസ്റ്റും ഷൊർണൂർ വൈഷ്ണവം ട്രസ്റ്റും ചേർന്നാണ് ചരിത്രശേഷിപ്പുകളുടെ ശാസ്ത്രീയ സംരക്ഷണത്തോടൊപ്പം മാനുസ്ക്രിപ്റ്റോളജി കോഴ്സും ആരംഭിച്ചത്.
നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന താളിയോല ഗ്രന്ഥങ്ങളുടെ സംരക്ഷണത്തിനും പഠനത്തിനും പട്ടാമ്പിയിൽ തുടക്കമായി. പഴമയുടെ ചരിത്രം പേറുന്ന താളിയോല ഗ്രന്ഥങ്ങൾ അടുത്തറിയാനും മനസ്സിലാക്കാനുമാണ് അവസരം. ഓലയെഴുത്തുകളുടെയും പുരാതന ഗ്രന്ഥങ്ങളുടെയും ഉള്ളടക്കമറിയാനായി ക്ലാസുകളും മാനുസ്ക്രിപ്റ്റോളജി കോഴ്സും സഹായകമാകും. പഠനത്തിനു മുൻപായി താളിയോല ഗ്രന്ഥങ്ങൾ പുൽത്തൈലവും ആൽക്കഹോളും ഉപയോഗിച്ച് സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. മരുതൂർ പുന്നശ്ശേരി നമ്പിമുരുകൻ ജ്ഞാനിയാർ ട്രസ്റ്റും ഷൊർണൂർ വൈഷ്ണവം ട്രസ്റ്റും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. താളിയോല ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെട്ട കാവ്യങ്ങൾ, രുദ്രാക്ഷമാഹാത്മ്യം, ആധാരം, ജാതകം, ശിവപുരാണം എന്നിങ്ങനെയുള്ള രേഖകളെ അടുത്തറിയാൻ താൽപ്പര്യമുള്ളവർക്കാണ് കോഴ്സ്. പുന്നശ്ശേരി നമ്പിയുടെ ശിഷ്യനായിരുന്ന കൃഷ്ണഗുപ്തന്റെ 4ാം തലമുറയിൽപ്പെട്ട കടമ്പഴിപ്പുറം EP ഭാസ്കരഗുപ്തന്റെ ശേഖരത്തിലുള്ളതാണ് ഗ്രന്ഥങ്ങൾ. പല താളിയോലകളും 300ഓളം വർഷം പഴക്കമുള്ളതാണ്. താളിയോലകളുടെ ചരിത്രം പഠിക്കാൻ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള 16 പേരാണ് കോഴ്സിൽ പങ്കെടുക്കുന്നത്. പുന്നശ്ശേരി നമ്പിമുരുകൻ ജ്ഞാനിയാർ ട്രസ്റ്റ് പ്രസിഡന്റ് അഴഗിരിയാണ് ക്ലാസ്സിന് നേതൃത്വം നൽകുന്നത്. പിന്നെ ഇത് അടുത്ത സ്റ്റെപ്പാണ്, ഇത് വായിച്ച് എന്താണുള്ളത് മനസ്സിലാക്കാൻ. അപ്പോൾ ഇപ്പം പേജ് നമ്പർ 1 ഒരു സെറ്റ് 1 പേജ് നമ്പർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ ഭാഗത്ത് കംപ്ലീറ്റ് പുൽത്തൈലം പുരട്ടുകയാണ്. പുൽത്തൈലം പുരട്ടി ഉണങ്ങിയതിന് ശേഷമാണ്. അപ്പോൾ അത് നൂല് വെച്ചിരിക്കുന്നത് അതിൻ്റെ പേജ് നമ്പർ ആർഡറാണ്. അതുകൊണ്ട് നമുക്ക് വായിക്കാൻ എളുപ്പമാണ്. പിന്നെ ഇതോടൊപ്പം ഇന്നലെ നോക്കിയാൽ കിട്ടിയതാണ് 2 ആധാരത്തിൻ്റെ കോപ്പി. അത് 1027 24 അത് 200 കൊല്ലത്തിന് മുമ്പാണ്. ഇപ്പം 1198 കൊല്ലവർഷം അതിന് മുമ്പാണ്. അത് 2 ആധാരം കിട്ടിയിട്ടുണ്ട്. അത് ഒരു ദേവസ്വം ബോർഡിലേക്ക് ആ പാട്ടൻ നെല്ല് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. പിന്നെ 2 ജാതകമുണ്ട്. ജാതകം അപ്പുകുത്തൻ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ശിഷ്യൻ്റെ മകനാണ് അപ്പുകുത്തൻ. ജയകേരളമും പിന്നെ അത് ബോംബെയിലായിരുന്നു പബ്ലിഷ് ചെയ്ത ഒരു മലയാളം മാഗസിനായിരുന്നു. അതിൻ്റെ എഡിറ്ററായിരുന്നു ഈ അപ്പുകുത്തൻ. അവരുടെ അടുത്ത ജനറേഷനാണ് ഇപ്പോൾ ഇന്നലെ വന്നത്. 4ാമത്തെ ജനറേഷനാണ് അവരാണ് വന്നത്. അതിൽ ഒരാൾ ഇവിടെ പഠിച്ചിരുന്നു പട്ടാമ്പി. പഴക്കം 300 വർഷം. സംസ്കൃത ഗ്രന്ഥങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന ലിപികളായ വട്ടെഴുത്ത്, മലയാൻമ, തമിഴി എന്നിവയിലും ക്ലാസുകൾ നൽകുന്നുണ്ട്. പരമ്പരാഗത രീതിയിലുള്ള പരിചരണത്തിലൂടെ താളിയോലകൾ ഏകദേശം 100 വർഷം കേടുകൂടാതെ നിലനിൽക്കും. ന്യൂസ് 18 പട്ടാമ്പി. ഭരതനാട്യത്തിലെ മുദ്രകളിൽ വിസ്മയം തീർത്ത ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കരസ്ഥമാക്കിയിരിക്കുകയാണ് 4 വയസ്സുകാരി നക്ഷത്ര. 52 സംയുക്ത മുദ്രകളും അസംയുക്ത മുദ്രകളും 35 സെക്കൻഡിൽ അവതരിപ്പിച്ചാണ് പാലക്കാട് ആനക്കരയിലെ നക്ഷത്രയുടെ നേട്ടം. പതാക, തൃപ്പതാക, അർദ്ധപതാക, കർത്തരിമുഖ, മയിലാക്കി, അർത്ഥചന്ദ്രച്ച, ഹരാള, ശുഭ, പുഷ്ടിര. ആരെയും അമ്പരപ്പിക്കുന്ന പ്രകടനമാണ് 4 വയസ്സുകാരി നക്ഷത്രയുടേത്. സുജി, ചന്ദ്രകല, പത്മപോഷ, സർപ്പശിരസ്ത, മൃഗശീഷ, സിംഹ, കാങ്കുലച്ച, അലപത്മഹ, ചതുര. ഒരു കൈ കൊണ്ട് കാട്ടുന്ന അസംയുക്തം, 2 കൈകൾ കൊണ്ടുള്ള സംയുക്തം എന്നിങ്ങനെ മുദ്രകൾ 2 വിധമുണ്ട്. നാട്യശാസ്ത്രപ്രകാരം അഭിനയഹസ്തങ്ങൾ 37 അതിൽ 24 അസംയുക്തമാണ്. 13 സംയുക്ത മുദ്രകളുമുണ്ട്. 35 സെക്കൻഡിൽ ഇവയെല്ലാം അവതരിപ്പിച്ചാണ് നക്ഷത്രയുടെ നേട്ടം. ആനക്കര മേലേഴികം സ്വദേശി രാകേഷിന്റെയും അനുശ്രീയുടെയും മകളാണ് ഈ മിടുക്കി. എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നാട്യാഞ്ജലി നൃത്ത വിദ്യാലയത്തിൽ ആര്യ ടീച്ചറുടെ കീഴിലാണ് പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ട് എന്നുള്ളത് കേട്ടപ്പോൾ ഞങ്ങളും ടീച്ചറും ഒക്കെ കൂടിയിട്ടാണ് ഒന്ന് പ്രാക്ടീസ് ജസ്റ്റ് നോക്കാന്ന് വിചാരിച്ചു ട്രൈ ചെയ്തതാണ്. നടന്നു, കുഴപ്പമില്ല, സന്തോഷം, ഭയങ്കര സന്തോഷം. LKG വിദ്യാർത്ഥിനിയായ നക്ഷത്ര നൃത്തം അഭ്യസിക്കുന്നുണ്ട്. അഞ്ജലി, കബോധ, കർക്കിര, കുസ്തിക, ഡോള, പുഷ്പകുട, ഉത്സംഗ, ശിവലിംഗ. ന്യൂസ് 18 തൃത്താല. കാസർഗോഡ് അനന്തംപള്ള പാടശേഖരത്തിലെ 100 ഏക്കറോളം നെൽകൃഷി പ്രതിസന്ധിയിലാണ്. നെല്ലിന് പകരം പുല്ല് നിറഞ്ഞിരിക്കുകയാണ് പാടശേഖരത്തിൽ. വർഷങ്ങളോളം തരിശായി കിടന്ന വയൽ കാട് കയറിയ കാഴ്ചയല്ലിത്. 100 മേനി വിളവ് പ്രതീക്ഷിച്ച് മാസങ്ങൾക്ക് മുൻപ് നെൽവിത്തിട്ട കാഞ്ഞങ്ങാട് അനന്തംപള്ള പാടശേഖരത്തിന്റെ അവസ്ഥയാണ്. നെല്ലിന് പകരം മൊത്തങ്ങയും പുല്ലും പാടത്ത് നിറഞ്ഞു. വടക്കൻ കേരളത്തിൽ കർക്കിടകത്തിലും ചിങ്ങത്തിലും മഴ ലഭിച്ചില്ല. ഇതാണ് കൃഷിക്ക് തിരിച്ചടിയായത്. കാഞ്ഞങ്ങാട് നഗരസഭയുടെ തീരദേശ മേഖലയിലെ ഏറ്റവും വലിയ നെൽപ്പാടത്തെ കൃഷിനാശം കർഷകരെയും പ്രയാസത്തിലാക്കി. നെല്ലിന് പകരം വളർന്നു വന്നതാണ് ഈ കാണുന്ന മൊത്തങ്ങ. മൊത്തങ്ങ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏകദേശം ഈ 2 വയലും കൂടി 10-250 ഏക്കർ ഉണ്ടാവും. ഏകദേശം ഒരു 90% മൊത്തങ്ങയാണ്. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കോഴിവളത്തിൽ ഉണ്ടാകുന്ന സാധനമായത്.
അവർ കോഴിക്കാൻ മറ്റേ ഇട്ട് കൊടുക്കുന്ന ഇത് മുറിച്ച് കോഴിക്ക് ഇട്ട് കൊടുക്കുന്നു. ആ കോഴിവെള്ളത്തിൽ വന്നിട്ട് ഇപ്പോൾ ഒരു കണ്ടം പോലും ബാക്കിയില്ല. 120 ദിവസം കൊണ്ട് വിളവെടുപ്പ് നടത്താൻ സാധിക്കുന്ന ജയ നെൽവിത്താണ് ഉപയോഗിച്ചത്. എന്നാൽ 1 മണി നെല്ല് പോലും എവിടെയും കാണാനില്ല. പാടം ഉഴുതുമറിച്ചതുൾപ്പെടെ വലിയ തുകയാണ് ചെലവായത്. കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കിയ തിരിച്ചടിക്ക് നഷ്ടപരിഹാരം നൽകുവാനായി നഗരസഭയും കൃഷിവകുപ്പും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകർ പറയുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. വെള്ളപ്പൊക്കത്തിൽ മുങ്ങിത്താഴ്ന്ന തിരുവനന്തപുരം മുതാക്കൽ പിരപ്പമൺകാട് പാടശേഖരത്തിലെ കൃഷിയുടെ വിളവെടുപ്പ് തുടങ്ങി. 2 ദിവസം മഴ മാറി നിന്നതോടെ വെള്ളമിറങ്ങിയ പാടത്ത് കൊയ്ത്തുത്സവത്തിന് തുടക്കമിടാൻ കൃഷിമന്ത്രിയും എത്തിയിരുന്നു. ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ കഥ പറയുകയാണ് മുതാക്കൽ ഗ്രാമം. കർഷകരും നാട്ടുകാരും ഒന്നാകെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങി. 50 ഏക്കറോളം വരുന്ന കൃഷിയുടെ വിളവെടുപ്പും തുടങ്ങി. പതിറ്റാണ്ടുകളായി തരിശിട്ടിരുന്ന പാടശേഖരമാണിത്. പാടശേഖര സമിതി, സൗഹൃദ കൂട്ടായ്മ എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലായിരുന്നു കൃഷി. സഹകരണ ബാങ്കിന്റെ സഹായത്തോടെ വായ്പയെടുത്ത് കൃഷി ചെയ്തവരും ഇതിൽ ഉൾപ്പെടും. മികച്ച വിളവ് ലഭിച്ചു. ശക്തമായ മഴയിൽ കൊയ്ത്ത് ആരംഭിക്കാനിരുന്ന വയലുകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. വയലിൽ 5 അടി ഉയരത്തിൽ വെള്ളം നിറഞ്ഞു. ഒഴുക്കുള്ളതിനാൽ കൃഷി പൂർണ്ണമായും നശിക്കുമെന്ന ആശങ്കയുണ്ടായിരുന്നു. 2 ദിവസം മഴ മാറി നിന്നതോടെ വെള്ളമിറങ്ങി. ഇതോടെയാണ് കൊയ്ത്തുത്സവത്തിന് അരങ്ങൊരുങ്ങിയത്. ഏലാത്തോടുകൾ വരുന്ന ഭാഗങ്ങളിൽ കൃഷി നശിച്ചിട്ടുണ്ട്. എങ്കിലും 80% വിളവും നഷ്ടപ്പെടാതെ കർഷകർക്ക് ലഭിച്ചിട്ടുമുണ്ട്. കൊയ്ത്തുത്സവത്തിനായി മന്ത്രി പി പ്രസാദും എത്തി. കൊയ്ത്തില്ലെങ്കിൽ പോലും ഇവിടെ വരെ വരണം, ഇവരേക്കൊന്ന് കാണണം, ഒരു ആശ്വാസത്തിന്റെ വാക്കുകൾ പറയാനാണെങ്കിൽ പോലും, ഈ വെള്ളം നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ പോലും ഇവിടെ വരണം എന്ന് ഞങ്ങൾ ഓഫീസിൽ തീരുമാനിക്കുകയും ചെയ്യും. എന്തായാലും ഭാഗ്യത്തിന് വെള്ളം ഒഴിഞ്ഞു. കതിർകൊലകൾ ചിലതെല്ലാം ഒന്നും മറിഞ്ഞു വീണു, എങ്കിലും ബാക്കിയുള്ളതെല്ലാം കരുത്തോടുകൂടി ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവരുടെ അധ്വാനത്തിന്, ഇവരുടെ മനസ്സിന് ഒരിക്കലും ഇടിവ് പറ്റാത്ത തരത്തിൽ നമ്മളെ പ്രകൃതി കാത്തുപുലർത്തി. ഞാൻ ഈ നോട്ടീസ് വായിക്കുകയായിരുന്നു. ഒരു വേനലിനും വിട്ടുകൊടുക്കാതെ, ഒരു പ്രളയത്തോടും തോൽക്കാതെ. മഴയ്ക്ക് മുമ്പ് അടുത്ത നോട്ടീസാണ്. അറം പറ്റിയപോലായിപ്പോലും. പാടശേഖരത്തിൽ കർഷകർ ഒരുക്കിയ ഏറുമാടം സന്ദർശിച്ച ശേഷമാണ് വയലിൽ ഇറങ്ങിയത്. കൊയ്ത്തുപാട്ടും കൈത്താളവുമായി നാട്ടുകാർ ആവേശം പകർന്നു. വി ശശി MLA, OS അംബിക MLA, പഞ്ചായത്ത് പ്രസിഡന്റ് A ചന്ദ്രബാബു, ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ PC തുടങ്ങിയവരും പങ്കെടുത്തു. വയലിൽ വെള്ളം പൂർണ്ണമായും വറ്റാത്തതിനാൽ കൊയ്ത്ത് യന്ത്രം ഇറക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ്. 1 ദിവസം കൂടി മഴ മാറി നിന്നാൽ യന്ത്രസഹായത്തോടെ വേഗത്തിൽ കൊയ്ത്ത് പൂർത്തിയാക്കുവാൻ സാധിക്കും. ന്യൂസ് 18 ആറ്റിങ്ങൽ. കോഴിക്കോട് മുക്കത്ത് കരനെൽ കൃഷിയുടെ കൊയ്ത്തുത്സവം നടന്നു. അതോടൊപ്പം പ്രമുഖ എഴുത്തുകാരനായ VR സുധീഷിന്റെ പുതിയ പുസ്തകവും പ്രകാശനം ചെയ്തു. മുക്കം കുറ്റിപ്പാല സ്വദേശി ധ്രുവനാണ് കരനെൽ കൃഷി ചെയ്യുന്നത്. ഇത്തവണ 1 ഏക്കർ സ്ഥലത്തായിരുന്നു കൃഷി. 120 ദിവസം കൊണ്ട് വിളവെടുക്കാൻ സാധിക്കുന്ന ഉമാ നെൽവിത്താണ് കൃഷി ഇറക്കിയത്. മികച്ച വിളവ് ലഭിച്ചു. കരനെൽ കൃഷിയുടെ കൊയ്ത്തുത്സവം മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു ഉദ്ഘാടനം ചെയ്തു. കയ്പ, വെണ്ട ഉൾപ്പെടെയുള്ള പച്ചക്കറി കൃഷിയും ധ്രുവൻ ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാ വർഷവും ചെയ്യുന്നതാണ്. അച്ഛൻ പഴയ കൃഷിക്കാരനായിരുന്നു. ആ ഓർമ്മക്കായിട്ട് എല്ലാ വർഷവും ഉമാ ഇനത്തിൽപ്പെടുന്നല്ലേ. അത് 120 ദിവസം 140 ഇടയിൽ വിളവെടുക്കും. തുടർന്ന് നടന്ന ചടങ്ങിലാണ് പ്രമുഖ എഴുത്തുകാരനായ VR സുധീഷിന്റെ സ്വാതന്ത്ര്യത്തിന് വയസ്സാകുന്നു എന്ന ചെറുകഥാ സമാഹാരത്തിന്റെ പ്രകാശനം നടന്നത്. എഴുത്തുകാരിയും അധ്യാപികയുമായ അജിത മേനോന് നൽകി ഹമീദ് ചേന്നമംഗലൂരാണ് പ്രകാശനം ചെയ്തത്. കൊയ്ത്തുത്സവ ചടങ്ങിൽ ഇന്ത്യയിലെ മികച്ച കർഷകനായി തെരഞ്ഞെടുക്കപ്പെടുകയും രാഷ്ട്രപതിയുടെ അവാർഡ് നേടുകയും ചെയ്ത കോടഞ്ചേരി സ്വദേശിയും കർഷകനുമായ ജോൺ ജോസഫിനെ സംസ്ഥാന അഗ്രോ ഇൻഡസ്ട്രിയൽ ചെയർമാൻ വി കുഞ്ഞാലി പൊന്നാടി അണിയിച്ച് ആദരിച്ചു. കൊയ്ത്തുത്സവത്തിലും പുസ്തക പ്രകാശന ചടങ്ങിലും ലിൻഡോ ജോസഫ് MLA, മുക്കം നഗരസഭ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി, കൌൺസിലർ അശ്വിനി സനോജ്, മുക്കം കൃഷി ഓഫീസർ ടിൻസി അടക്കമുള്ളവർ പങ്കെടുത്തു. ന്യൂസ് 18 മുക്കം. കോതമംഗലം വാരപ്പെട്ടിയിൽ കർഷക കൂട്ടായ്മയുടെ കരനെൽ കൃഷി തരിശു കിടന്ന 25 ഏക്കറാണ് കൃഷിയോഗ്യമാക്കിയത്. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ 5-7 വാർഡുകളിലെ 25 ഏക്കറോളം വരുന്ന കോട്ടേപ്പാടം, അമലിപ്പുറം പാടശേഖരങ്ങൾ
വർഷങ്ങളായി തരിശായി കിടക്കുകയായിരുന്നു. ആദ്യപടിയായി 10 ഏക്കർ പാടത്ത് വാരപ്പെട്ടി കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഞാറ് നടുകയായിരുന്നു. ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു ഞാറ് നടീൽ. എന്നാൽ ട്രാക്ടർ പാടത്ത് ചെളിയിൽ താഴുന്നത് മൂലം കൂലി ഇനത്തിൽ വലിയ തുക ചെലവായത് കർഷകർക്ക് തിരിച്ചടിയായി. ട്രാക്ടർ താഴുന്നതുകൊണ്ട് ഭായിമാരെ വെച്ച് മറ്റുള്ള ആളുകളെ കൂലിക്ക് ആളെ വെച്ച് നമ്മൾ തൂമ്പുകൊണ്ട് കിളച്ച് ചവിട്ടി താഴ്ത്തി നടേണ്ട അവസ്ഥയായതുകൊണ്ട് കർഷകർക്ക് അപരിഹാര്യമായ നഷ്ടമാണ് അതിൻ്റെ അകത്ത് ഈ കൂലി ചെലവിൽ ഉണ്ടായിരിക്കുന്നത്. നെൽകൃഷിയിൽ സ്വയം പര്യാപ്തതയാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യമെന്ന് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ പറഞ്ഞു. നമ്മുടെ കോട്ടയപ്പാടവും അമിലിപ്പുറം പാടവും വരുന്ന ഏകദേശം 20-25 ഏക്കറോളം വരുന്ന സ്ഥലം ഈ തവണ നെൽകൃഷി ചെയ്തുകൊണ്ട് നെല്ലിന് സ്വയം പര്യാപ്തത നേടുക എന്ന ലക്ഷ്യമാണ് ഗ്രാമപഞ്ചായത്തും കൃഷി ഡിപ്പാർട്ട്മെന്റും ഉദ്ദേശിക്കുന്നത്. നെൽകൃഷി കുറഞ്ഞു വരുന്ന ഇക്കാലത്ത് കൃഷി ചെയ്യാൻ തയ്യാറായി വന്ന പാടശേഖര സമിതി അഭിനന്ദനം അർഹിക്കുന്നുവെന്ന് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയ പറഞ്ഞു. നമുക്കിപ്പോൾ പൊതുവായിട്ട് നെൽകൃഷി കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ പാടശേഖര സമിതി വളരെ ഉത്സാഹത്തോടെയും ഉണർവോടെയും കൂടെ ഈ നെൽകൃഷി ആരംഭിച്ചിരിക്കുകയാണ്. വളരെ നല്ല ഒരു ഉദ്യമത്തിനാണ് അവർ ഒരുങ്ങിയിരിക്കുന്നത്. ഇതിന് എല്ലാവിധ സഹകരണങ്ങളും കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെയും അതോടൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെയും ഭാഗത്തുനിന്നുണ്ടാകും. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് 18 വാരപ്പെട്ടി. മൂന്നാർ ലക്ഷ്മി റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് പതിവാകുന്നു. ഓട അടഞ്ഞതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണം. ഓടകളിൽ അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങളും മഴവെള്ളത്തിൽ ഒഴുകിയെത്തിയതോടെ കാൽനട പോലും പ്രയാസത്തിലാണ്. മൂന്നാറിലെ ഓടകൾ പലതും മാലിന്യം അടിഞ്ഞുമൂടി. ലക്ഷ്മി റോഡിലെ കാഴ്ച ഇതാണ്. മഴ കനത്താൽ റോഡാകെ വെള്ളം നിറയും. മാലിന്യം മൂടി പലയിടത്തും ഒഴുക്ക് നിലച്ച സ്ഥിതിയാണ്. പ്ലാസ്റ്റിക് അടക്കമുള്ളവ പരന്നു കിടക്കുന്നത് കാൽനട യാത്രക്കാർക്കും ബുദ്ധിമുട്ടിലായി. മൂലക്കട ഭാഗത്ത് പ്രവർത്തിക്കുന്ന റിസോർട്ടുകളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യമാണ് ഓടകളിലൂടെയുള്ള വെള്ളമൊഴുക്ക് തടസ്സപ്പെടാൻ കാരണമായതെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാലചന്ദ്രൻ പറയുന്നു. நைட்டு வந்து ஜேசிபி வச்சு தெரிஞ்சு முடிஞ்ச வரைக்கும் அங்கே நாங்கள் தோண்டி பார்க்கும்போது அந்த பிளாக் எங்கே இருக்குன்னு தெரியலை. இந்த தண்ணியை மாற்றினா தான் அந்த பிளாக் எங்கே இருக்குன்னு தெரியும். தண்ணி மாற்றுறதுக்கு ഫയർ ഫോഴ്സ് കേൾക്കുമ്പോൾ ഫയർ ഫോഴ്സിൽ ഉണ്ടാകുന്ന ഏർപ്പാടുകൾ ഇതുമേ ഇല്ല അവங்களுக்கு. മൂന്നാറിൽ പലയിടത്തും സമാന സ്ഥിതിയാണ്. ഓടകളിൽ അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക്കും പച്ചക്കറി അവശിഷ്ടങ്ങളും ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളും ടൗണിൽ തന്നെ കെട്ടിക്കിടക്കുകയാണ്. സമീപത്തെ റിസോർട്ടുകളിൽ നിന്നുള്ള മലിനജലം ഇവിടേക്ക് പുറന്തള്ളുന്നതായും ആരോപണമുണ്ട്. പകർച്ചവ്യാധികൾക്കുള്ള സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അധികൃതരുടെ അടിയന്തരമായ ഇടപെടലാണ് വേണ്ടത്. ന്യൂസ് 18 മൂന്നാർ. CPM ഇടുക്കി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജനകീയ വിജയ സന്ദേശയാത്രയ്ക്ക് ഇന്ന് തുടക്കമാകും. 6 പതിറ്റാണ്ടായുള്ള മലയോര ജനതയുടെ ആവശ്യം അംഗീകരിച്ച് ഭൂനിയമ ഭേദഗതി യാഥാർത്ഥ്യമാക്കിയ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായാണ് ജാഥ സംഘടിപ്പിക്കുന്നത്. അടിമാലിയിൽ പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ജാഥ ഉദ്ഘാടനം ചെയ്യും. പട്ടയം ലഭിച്ച ഭൂമി കൃഷിക്കും വീട് വയ്ക്കുന്നതിനും മാത്രമേ ഉപയോഗിക്കാവൂ എന്ന 1960-ലെ ഭൂനിയമം ഭേദഗതി ചെയ്യപ്പെടുന്നതിലൂടെ ഇടുക്കി ജില്ലയുടെ കാർഷിക സാമൂഹ്യ വികസന മേഖലകളിൽ ഉണ്ടാകുന്ന മാറ്റം ജനങ്ങളുമായി ജാഥയിൽ സംവദിക്കുമെന്നും CPM ജില്ലാ നേതാക്കൾ അറിയിച്ചു. പുതിയ ഇടുക്കി പുതുമുന്നേറ്റം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് വിജയ സന്ദേശയാത്ര നടത്തുന്നത്. ഇടുക്കി പൊന്മുടി ഡാം പരിസരം മാലിന്യമുക്തമാക്കാൻ കർമ്മ പദ്ധതിയുമായി രാജാക്കാട് സാൻജോ കോളേജ് വിദ്യാർത്ഥികൾ. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വിദ്യാർത്ഥികൾ ശേഖരിക്കുന്ന മാലിന്യം പഞ്ചായത്തിന്റെ സഹായത്തോടെ നിർമ്മാർജ്ജനം ചെയ്യും. വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടി ഡാം പരിസരത്ത് മാലിന്യം കുമിഞ്ഞുകൂടുന്ന സാഹചര്യത്തിലാണ് കോളേജിലെ നേച്ചർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മാലിന്യം ശേഖരിക്കുന്നത്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം തരംതിരിച്ച് പഞ്ചായത്തിന് കൈമാറും. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതി കുഞ്ഞുമോൻ നിർവഹിച്ചു. അതുപോലെ തന്നെ വൃത്തിയുള്ള ടൂറിസം വളരണമെങ്കിൽ വൃത്തിയുള്ള പരിസര പ്രദേശങ്ങളും വേണം എന്ന കാര്യവും അറിവുള്ളതാണ്. വൃത്തിയുള്ള സമൂഹം എന്ന് പറയുമ്പോൾ ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് ജില്ലാ കൺവെൻഷൻ ചെറുതോണിയിൽ ചേർന്നു. യോഗത്തിൽ ഭൂപരിഷ്കരണ നിയമത്തിലെ അപാകതകൾ ചർച്ചയായി. സർക്കാർ ഭൂപരിഷ്കരണ നിയമത്തിന്റെ പേരിൽ കർഷകർക്ക് മേൽ കടുത്ത നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നുവെന്ന് യോഗം വിമർശിച്ചു. ഇനി അറിയിപ്പുകൾ നോക്കാം.
കാർഷിക സർവകലാശാല കാർഷിക കോളേജ് പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ ക്യാബേജ്, കോളിഫ്ലവർ തൈകൾ വിൽപ്പനയ്ക്ക്. രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ ഇവ വാങ്ങാം. താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ തെങ്ങിലെ കൂമ്പ് ചീയൽ നിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന ട്രൈക്കോഡെർമ കൊയർപിത് കേക്കുകൾ വിൽപ്പനയ്ക്ക്. ആവശ്യമുള്ള സ്റ്റേഷനുകൾക്ക് ബന്ധപ്പെടാം. പാഴ്സലായും ലഭിക്കും. കാസർഗോഡ് മുജുങ്കാവ് പാർത്ഥസാരഥി കൃഷ്ണ ദേവക്ഷേത്രത്തിൽ തീർത്ഥസ്നാനത്തിന് ആയിരങ്ങളെത്തി. ക്ഷേത്ര മേൽശാന്തി കൊണ്ടുവന്ന തീർത്ഥം പ്രതിഷ്ഠയിൽ അഭിഷേകം ചെയ്തതോടെയാണ് തീർത്ഥസ്നാനം ചടങ്ങുകൾക്ക് തുടക്കമായത്. മുജംകാവ് ക്ഷേത്രത്തിലെ തടാകത്തിലെ തീർത്ഥം കാവേരിക്ക് തുല്യമാണെന്ന വിശ്വാസത്തിലാണ് ഭക്തജനങ്ങൾ തീർത്ഥസ്നാനം നടത്തുന്നത്. തീർത്ഥസ്നാനം നടത്തുന്നവർ ക്ഷേത്രക്കുളത്തിൽ പച്ചരിയും മുതിരയും അർപ്പിച്ച് കുളത്തിനു ചുറ്റും പ്രദക്ഷിണം വെച്ച ശേഷം കക്കിരിക്കയും തേങ്ങയും വാഴപ്പഴവും സമർപ്പിക്കുന്നതാണ് ചടങ്ങ്. തീർത്ഥസ്നാനം ചെയ്താൽ ദോഷപ്രാപ്തി ഉണ്ടാകുമെന്നാണ് വിശ്വാസം. 50,000 പേര് ഭക്താദികളും ഇവിടെ സ്നാനം ചെയ്തിട്ട് ഭഗവാനെ പൂജിച്ചിട്ട് അതിന് ശേഷം ഭഗവാന്റെ ആ അന്നപ്രസാദം കഴിക്കുന്നതോട് കൂടിയിട്ട് ആ പ്രസാദം ശരീരത്തിൽ പോകുമ്പോൾ ഞങ്ങളുടെ ശരീരത്തിലുള്ള രോഗരുജിനങ്ങളെല്ലാം നിവാരണം ചെയ്തിട്ട് രക്തശുദ്ധിയാകുന്നതോട് കൂടിയിട്ട് വരുന്ന എല്ലാ വ്യാധികളും അതേ ചർമ്മവ്യാധികളെല്ലാം നിവാരണമായിട്ട് കിട്ടും. ആ സങ്കല്പത്തോടു കൂടിയിട്ടാണ് ഇവിടെ ഈ ഇന്നത്തെ ദിവസം പ്രാധാന്യമുള്ളത്. മുജുംകാവിൽ തീർത്ഥസ്നാനം നടത്താൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കർണാടകയിൽ നിന്നും ഉൾപ്പെടെ നിരവധി പേർ എത്തിയിരുന്നു. തിരക്ക് നിയന്ത്രിക്കുവാൻ പോലീസും സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. ന്യൂസ് 18 കാസർഗോഡ്. കണ്ണൂർ തളിപ്പറമ്പ് പടപ്പേങ്ങാട് നരിമടയിലെ ജനവാസ മേഖലയിൽ വൻകിട കുടിവെള്ള ബോട്ടിലിംഗ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചപ്പാരപ്പടവ് ഗ്രാമപഞ്ചായത്തിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ചപ്പാരപ്പടവ് പഞ്ചായത്തിലെ 11ാം വാർഡിൽ നാടുകാണി നരിമടയ്ക്ക് സമീപമാണ് സ്വകാര്യ കുടിവെള്ള ബോട്ടിലിംഗ് പ്ലാന്റ് തുടങ്ങുന്നത്. കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശത്ത് കുടിവെള്ള ബോട്ടിലിംഗ് പ്ലാന്റ് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ പ്രദേശത്ത് ജലക്ഷാമം കൂടുതൽ രൂക്ഷമാകും. പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ അജണ്ടയായി വയ്ക്കാതെയും പാരിസ്ഥിതിക പഠനം നടത്താതെയും ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും നടത്തിയ ഒത്തുകളിയുടെ ഭാഗമായാണ് 2018 പ്ലാന്റിന് അനുമതി നൽകിയതെന്ന ആരോപണവും ഉയർന്നിരുന്നു. നൽകിയ അനുമതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. പരിസ്ഥിതി പ്രവർത്തകൻ N. സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഭരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇരിക്കുന്നത് ഭരിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, അല്ലാതെ വരുന്ന സാധനമൊക്കെ ഏതെങ്കിലും ആള് കയറ്റിയിട്ട് ഭരണസമിതിയുടെ തീരുമാനത്തിൽ എഴുതുന്ന അന്ധമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സംവിധാനത്തിനെ അല്ല പഞ്ചായത്തി രാജ് സംവിധാനം എന്ന് പറയുന്നത്. അനുമതി പിൻവലിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് ജനകീയ കമ്മിറ്റിയുടെ തീരുമാനം. ന്യൂസ് 18 ആലക്കോട്. ഇരുവൃക്കകളും തകരാറിലായ 14 വയസ്സുകാരി വൃക്ക മാറ്റിവെക്കൽ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നു. കൊച്ചി ഞാറയ്ക്കൽ നെടുങ്ങാട് വിനു സലീന ദമ്പതികളുടെ മകൾ നവനീതയാണ് മരുന്നുകൾ പോലും വാങ്ങാൻ നിവൃത്തിയില്ലാതെ ദുരിതമനുഭവിക്കുന്നത്. സ്വന്തം മകളെ മാറോട് ചേർത്ത് പിടിക്കുമ്പോഴും വിനുവിന്റെ മനസ്സിൽ ചികിത്സയ്ക്കായി പണമില്ലാത്തതിന്റെ ആധിയാണ്. തന്റെ അരുമ മകളുടെ ജീവൻ നിലനിർത്താനായി ഉള്ള സമ്പാദ്യമെല്ലാം ചിലവഴിച്ച് ഇതുവരെ പിടിച്ചു നിന്നു. ഇനി അതിജീവിക്കാൻ നല്ല മനസ്സുകളുടെ സഹായഹസ്തം ആവശ്യമാണ്. ഇപ്പോൾ രാവിലെ തന്നെ ഛർദിലുണ്ട്. രാവിലെ ഛർദിക്കും. ഇപ്പോഴും ഛർദിലേക്ക് കുറവൊന്നുമില്ല. ഇത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മരുന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് കിഡ്നി കംപ്ലൈന്റ് ആണെന്ന് അറിഞ്ഞിട്ടും ഛർദിൽ ഇപ്പോഴും നിൽക്കുന്നില്ല. ആളുകൾ കണ്ട് സഹായിക്കുമെന്നാണ് നമ്മുടെ ഒരു വിചാരം. സഹായിക്കും നമ്മൾ എന്നുള്ളൊരു ഇപ്പോൾ ജനങ്ങൾ അതാണല്ലോ. ഇങ്ങനെ നമ്മൾക്ക് ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു സംഭവിക്കുമ്പോൾ എല്ലാവരും അവരുടെ മക്കളായിട്ടാണ് അവർ കാണുന്നത് ജനങ്ങൾ. അപ്പം അതുകൊണ്ട് തന്നെ അവർ സഹായം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. ഓടിക്കളിച്ചു നടക്കേണ്ട പ്രായത്തിലാണ് വിധി അപൂർവ രോഗത്തിന്റെ രൂപത്തിൽ നവനീതയുടെ ജീവിതത്തിൽ കരുനിഴലായി എത്തിയത്. 12ാം വയസ്സിലാണ് ഇരുവൃക്കകളും തകരാറിലായത്. കഴിഞ്ഞ 2 വർഷമായി മരുന്നുകളുടെ ലോകത്താണ് നവനീത. ചെറിയ കുട്ടിയായതിനാൽ ദീർഘകാലം ഡയാലിസ് നടത്തുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഡോക്ടർമാർ പറയുന്നു. അതുകൊണ്ട് വൃക്ക മാറ്റിവയ്ക്കുക മാത്രമാണ് ഇനി ഒരേ ഒരു പോംവഴി. ഡോണർ നമുക്ക് ഇതായിട്ടില്ല. ഡോണർ എന്താണ് പറയുന്നത് അറിയില്ല. ഡോണർ കിട്ടിയിട്ടില്ല. അതിനുള്ള ഫണ്ട് ഒന്നും ആയിട്ടില്ല.
ഞാറയ്ക്കൽ നെടുങ്ങാടിൽ ഫുട്ബോൾ പരിശീലകനായ വിനുവിന് കാര്യമായ സാമ്പത്തിക വരുമാനമില്ല. കുട്ടികളുടെ പഠനകാര്യങ്ങൾ പോലും നിർവഹിക്കാൻ ഇപ്പോൾ കഴിയുന്നില്ല. ഒടുവിൽ നവനീതയ്ക്കായി ആ നാട് തന്നെ കൈകോർത്തു. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഒരു യൂട്യൂബറെ കൊണ്ട് ഞങ്ങളൊരു ഇത് ചെയ്തിട്ടുണ്ട്, വീഡിയോ ചെയ്തത് അയച്ചപ്പോൾ നമ്മൾ അതിൻ്റെ ഫണ്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അക്കൗണ്ടിലേക്ക് ഒരു ഏകദേശം ഒരു 4 ലക്ഷത്തി ചില്ലാൻ രൂപ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. ഒരു 30 ലക്ഷം രൂപയാണ് ട്രീറ്റ്മെൻറ്റിന്. ഇതിന് ഇപ്പോൾ ഡോക്ടർമാരുടെ ഇതനുസരിച്ചിട്ട് നമ്മളിപ്പോൾ ഏകദേശം കണക്കൂട്ടിയിരിക്കുന്നത്. ഇപ്പോൾ 30 ലക്ഷം ആകാനായിട്ട് ഇപ്പോൾ നല്ലൊരു ശ്രമവും നല്ലൊരു സഹായവും കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. കുഴിപ്പള്ളി സെന്റ് അഗസ്റ്റിൻ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നവനീത. തന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് തിരികെ കൊണ്ടുവരാൻ നന്മ നിറഞ്ഞ മനസ്സുള്ളവർ എത്തുമെന്ന് കാത്തിരിക്കുകയാണ് ഇവൾ. ന്യൂസ് 18 കൊച്ചി. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി